30,000 രൂപയ്ക്ക് താഴെ നിങ്ങൾ നല്ല സാംസങ് ഫോൺസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ആ റേഞ്ചിൽ പുതിയൊരു ഫോൺ വന്നിട്ടുണ്ട്. സാംസങ് ഗാലക്സി M47 5G എന്ന മോഡലാട്ടോ. സാംസങ് ഫോൺ മാത്രമേ വാങ്ങൂ എന്നുള്ളവർക്ക് ഇത് ബെസ്റ്റ് ആയുള്ള ഓപ്ഷൻ ആയിരിക്കും. ഇതിൻ്റെ ഡിസൈൻ ആണെങ്കിൽ ആ ഒരു ടിപ്പിക്കൽ ഡിസൈൻ തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നോർമലി എല്ലാ സാംസങ് ഫോൺസിൽ വരാറുള്ള സെയിം ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഫോണിനകത്ത് വരുന്നത്. ഫുള്ളി പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡാണ്, പുതിയ കളേഴ്സൊക്കെ വരുന്നുണ്ട്. എന്തായാലും കാണാനൊന്നും ഒരു മോശമില്ല, അത്യാവശ്യം നൈസായിട്ടുള്ള ഡിസൈനാണ് ഈ ഒരു മോഡലിനകത്ത് വരുന്നത്. ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD ആയുള്ള 120 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് വരുന്നത്. കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിൻ്റെ പ്രൊട്ടക്ഷനും ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നല്ല ഡ്യൂറബിൾ ആയിട്ട് നല്ല ക്വാളിറ്റിയുടെ ഡിസ്പ്ലേ തന്നെയാണ് 30K റേഞ്ചിൽ വരുന്നത്. അതുകൊണ്ട് ഡിസ്പ്ലേയുടെ കാര്യത്തിലാണെങ്കിലും ഒരു മോശമില്ല, അത്യാവശ്യം നൈസായിട്ട് ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം ആ കാര്യം, ഡിസ്പ്ലേയുടെ കാര്യം എപ്പോഴും സാംസങ് ഫോൺസിൽ എപ്പോൾ തന്നെ ബെസ്റ്റ് ആയിട്ട് വരാറുണ്ട്. ഇപ്രാവശ്യം ആണെങ്കിലും ഒരു മാറ്റമില്ല, ദി ബെസ്റ്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാമറ 50 MB ഒരു മെയിൻ ക്യാമറ ആണ് വരുന്നത്. 5 MB അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ വരുന്നുണ്ട്. പിന്നെ ഒരു യൂസ് അല്ലാത്തൊരു ഡെപ്ത് സെൻസറാണ് റിയറിൽ വരുന്നത്. 12 MB സെൽഫി ക്യാമറയും ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. നോർമൽ യൂസിന് പറ്റിയൊരു ക്യാമറയാണ്. സാധാരണ ഫോട്ടോ എടുക്കാനാണെങ്കിൽ വീഡിയോ എടുക്കാനാണെങ്കിലും ഒക്കെ തന്നെ അത്യാവശ്യം ഒരു ക്വാളിറ്റി എന്തായാലും ഇതിനകത്ത് കിട്ടുന്നതായിരിക്കും. ഒരു ഡീസൻറ്റ് ക്യാമറ സെറ്റപ്പാണ് ഇതിനകത്ത് വരുന്നത്. വലിയ രീതിയിലുള്ള ക്യാമറ ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട, സാംസങ് ആണ്. അപ്പം ആ രീതിയിലുള്ള ഒരു ക്വാളിറ്റി എന്തായാലും കീപ്പ് ചെയ്യുന്നതായിരിക്കും, ഒരു ഡീസൻറ്റ് ക്വാളിറ്റി എന്തായാലും കിട്ടുന്നതായിരിക്കും. പിന്നെ പെർഫോമൻസ് ആണ്. Qualcomm Snapdragonൻ്റെ 6 Gen 3 എന്ന ഒരു പഴയ ചിപ്സെറ്റാണ് ഈ ഒരു ഫോണിനകത്ത് വരുന്നത്. LPDDR5X റാം ടൈപ്പ്, UFS 3.1 സ്റ്റോറേജും ഈ ഒരു ഫോണിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഒരു നോർമൽ യൂസിന് ഈ ഒരു ഫോൺ അത്യാവശ്യം സ്മൂത്ത് ആയിരിക്കും, യാതൊരു രീതിയിലുള്ള ലാഗ് കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. പക്ഷെ നിങ്ങൾ ഭയങ്കര ഹെവി ആയിട്ടുള്ള രീതിയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോൺ സ്കിപ്പ് ചെയ്തു, അങ്ങനെ പറ്റിയൊരു മോഡലല്ല. നോർമൽ യൂസിന് അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് വർക്കാവും. അത്യാവശ്യം നല്ല റാം ടൈപ്പും സ്റ്റോറേജ് ടൈപ്പൊക്കെ വരുന്നുണ്ട്. സോ അതിലൊന്നും ഒരു മോശമില്ല. പിന്നെ ലേറ്റസ്റ്റ് ആയുള്ള Android 16 ഈ ഒരു മോഡൽ വരുന്നത്. 6 വർഷം വരെയുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റും ഈ ഒരു ഫോണിനകത്ത് കിട്ടുന്നതായിരിക്കും കേട്ടോ. സോ സാംസങ് ആണ് എല്ലാം അപ്ഡേറ്റുകളൊക്കെ പ്രോപ്പറായിട്ട് കിട്ടാറുമുണ്ട്. പിന്നെ ബാറ്ററി ആണെങ്കിൽ 5000 mAh ഒരു വലിയ ബാറ്ററിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. ബോക്സിനകത്ത് ചാർജർ വരുന്നില്ല, അതൊക്കെ സെപ്പറേറ്റ് വാങ്ങേണ്ടി വരും. അപ്പോൾ ഈ ഒരു മോഡൽ ഈ മാസം 29-ാം തീയതിയായിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഒരു ഓവറോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നിങ്ങൾ 30,000 രൂപയ്ക്ക് താഴെ ഒരു സാംസങ്ങിൻ്റെ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ്. അതർവൈസ് ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ അല്ല കേട്ടോ. എന്നാലും നിങ്ങളൊരു നോർമൽ യൂസ് ആണ്, നിങ്ങൾക്കൊരു സാംസങ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് വൈസ് ഒക്കെ ഫോൺസ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാൻ പറ്റിയൊരു മോഡൽ തന്നെയാണ്. കാരണം നല്ല ഡിസ്പ്ലേയും നല്ല ഡിസൈനും മോശമില്ലാത്ത ക്യാമറയും നോർമലായിട്ടുള്ള 5000 mAh ബാറ്ററി ഒക്കെ വരുന്നുണ്ട്. പിന്നെ 6 വർഷം വരെ അപ്ഡേറ്റും കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിലും നോർമൽ യൂസിന് പറ്റിയ ഒരു നല്ല മോഡൽ തന്നെയാണ്. എസ്പെഷ്യലി സാംസങ് ഫോൺസ് മാത്രം നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ ആട്ടോ. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും കമൻറ്റ് പറയാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ തന്നെ മെസ്സേജ് അയക്കാൻ നോക്കാട്ടോ. അപ്പോൾ ഈ ഒരു യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ പിന്നെ സൈനിങ് ഓഫ്, ബൈ.